ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സൂപ്പർ ചട്നിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുമന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുമ്പം ഓൾ എന്നെ പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. എനിക്ക് ഒരുപാട് പോസിറ്റീവ് കമൻറ്റ്സ് കിട്ടിയിട്ടുള്ള ഒരു സീക്രട്ട് ചട്നിയാണിത്. നമ്മൾ ഇന്നലെ ദോശമാവ് വെച്ചിട്ടൊരു സ്നാക്സ് തയ്യാറാക്കിയില്ലേ, അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ സൈഡായിട്ട് വെച്ചിരുന്നത് ഈ ചട്നിയാണ്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് നല്ലതുപോലെ ഇഷ്ടമാവും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ചിരകിയ തേങ്ങയാണ്. ഞാനിപ്പോൾ ഒരു മുറി തേങ്ങയുടെ അപ്പോൾ അത്രയും എടുത്തിട്ടില്ല, കംപ്ലീറ്റായിട്ട് എടുത്തിട്ടില്ല, ഒരു 1/4 ഭാഗം മാത്രം എടുത്തിട്ടുണ്ട്. ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാം. അപ്പോൾ ഈ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകാണ്. ഞാനിപ്പോൾ 2 പച്ചമുളക് ചേർക്കുകയാണ്. ഇത് നല്ല എരിവുണ്ടാവും ഈ 2 പച്ചമുളക് ചേർക്കുമ്പോഴത്തേക്കും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഒരു പച്ചമുളക് ചേർത്താലും മതിയാവും. ഞാനിപ്പോൾ 2 ചേർക്കുകയാണ്. കുറച്ചധികം എരിവുണ്ടാവും. പച്ചമുളക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ട സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ക്യാപ്സിക്കം. ഒരു 2 ചെറിയ പീസ് ക്യാപ്സിക്കം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുകൂടി അതിൻ്റെ കൂടെ ചേർക്കുകയാണ്. നിങ്ങൾക്ക് ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് അറിയാമല്ലോ. അപ്പോൾ സാധാരണ നമ്മൾ പച്ചമുളക് ചേർക്കുമ്പോൾ തന്നെയാണ് ഇതും ചേർക്കുന്നത്. അധികം എരിവൊന്നുമില്ല, പക്ഷേ ഇതിന് വേറൊരു ടേസ്റ്റാണ് നമ്മുടെ ഈ ചട്നിക്ക് കൊടുക്കുന്നത്. അതിൻ്റെ പേരിലാണ് ഇത് ചേർക്കുന്നത്. ക്യാപ്സിക്കം നമ്മളെപ്പോഴും വീട്ടിൽ വാങ്ങി വെക്കുന്ന ഒരു വെജിറ്റബിൾ അല്ല. അപ്പോൾ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ചേർത്ത് നോക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. ഒരു 4-5 ഇതൾ കറിവേപ്പില കൂടി ചേർക്കുകയാണ്. അതിനുശേഷം വേണ്ടത് സാധാരണ നമ്മൾ ചട്നി വയ്ക്കുമ്പോൾ ചെറിയൊരു പീസ് ഇഞ്ചി ചേർക്കില്ലേ, അതുപോലെ ചെറിയൊരു പീസ് ഇഞ്ചി കൂടി. പിന്നെ വേണ്ടത് ഒരല്പം മല്ലിയില കൂടിയാണ്. അപ്പോൾ അതും ചേർക്കാം നമുക്കിതിലേക്ക്. മല്ലിയില ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടിയാണ്. അതിനുശേഷം പിന്നെ വേണ്ടത് എപ്പോഴും ചട്നിക്ക് ഒരല്പം പുളിപ്പുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ആ പുളിക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു ചെറിയൊരു പീസ് നാരങ്ങ നീര് കൂടി ചേർക്കുകയാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ നമ്മുടെ സ്പെഷ്യൽ ചട്നിയാണ്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ചട്നി തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ചട്നി അരച്ചെടുക്കാനും മാത്രമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. മാക്സിമം നന്നായിട്ടൊന്ന് മഷി പോലെ നമ്മളിതൊന്ന് അരച്ചെടുക്കണം. എന്നാൽ ശരി, ഞാൻ നല്ലതുപോലെ സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നമ്മുടെ ചട്നിയെല്ലാം ഞാനിപ്പോൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും കട്ടിയായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത്രയും കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം നമുക്കിതിലേക്ക് ചേർക്കാം. നമുക്ക് എത്രത്തോളം ആ കട്ടി കുറഞ്ഞിരിക്കണോ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർക്കാം. അല്ല ഇച്ചിരി കൂടി കട്ടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് വെച്ചിട്ട് നമ്മൾ അരച്ചെടുത്താലും മതിയാവും. ഇനി നമ്മുടെ ഈ ചട്നി ചൂടാക്കാനൊന്നും പോകുന്നില്ല. ഇതിലേക്ക് നമ്മൾ താളിച്ചാണ് ചേർക്കുന്നത്. അപ്പോൾ താളിപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചെറിയൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരല്പം ഓയിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് നമ്മൾ എടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർക്കുകയാണ്. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും 1 ടീസ്പൂൺ അളവിൽ മുഴുവൻ ഉഴുന്ന് ചേർക്കുകയാണ്. അതിനുശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇപ്പോൾ നമ്മൾ ചട്നിയിലേക്ക് സാധാരണ താളിച്ച് ചേർക്കുന്നത് ചെറിയ ഉള്ളിയാണ്. അപ്പോൾ നമ്മളിവിടെ ചെറിയ ഉള്ളിയല്ല എടുക്കുന്നത്. ഒരു സവാളയുടെ പകുതി, ഒരു മീഡിയം സൈസ് സവാളയിൽ നിന്ന് ഒരു പകുതി എടുത്തിട്ടുള്ളൂ. അത് നല്ലതുപോലെ ചെറുതായിട്ട് പീസായിട്ട് ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ചേർത്തിട്ടാണ് നല്ലതുപോലെ വഴറ്റിയെടുക്കുന്നത്. ഇതിൻ്റെ കളറെല്ലാം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. പെട്ടെന്ന് തന്നെ കളറ് മാറിയിട്ട് വരും. വളരെ കുറച്ചല്ലേ ഉള്ളൂ, അതിൻ്റെ പേരിൽ തന്നെ പെട്ടെന്നെല്ലാം കളറ് മാറിയിട്ട് വരും. ഇപ്പോൾ ഇത് നല്ല കറക്റ്റായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ നമ്മുടെ ഈ തേങ്ങാ ചട്നിയിലേക്ക് ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാവും. വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ തേങ്ങാ ചട്നി സൂപ്പറായിട്ട് റെഡിയായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ചട്നി ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് താളിച്ച് ചേർക്കാം. അതല്ലാതെ ഈ ഒരു രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതിൽ രണ്ടിൽ ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഇതുപോലെ തേങ്ങാ ചട്നി അരച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ താളിച്ച് ചേർക്കുന്നതാണ്. അതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ചട്നി ഉണ്ടെങ്കിൽ കൂടെ ഒരു 5 ഇഡ്ഡലി കൂടി നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു സ്പെഷ്യൽ ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ്.
നമ്മൾ ഈ ചട്നിയുടെ കൂടെ വെച്ചിരിക്കുന്ന സ്നാക്സ് കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആവശ്യമുള്ളവരാണെന്ന് കണ്ടേക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.